ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണവുമായി വ്യവസായി ഒ തോമസ്. രമേശ് ചെന്നിത്തലയെ മോശമാക്കി തരൂർ മെയിൽ അയച്ചുവെന്നാണ് ആരോപണം. ചെന്നിത്തലയെ വിശ്വാസമില്ലെന്നാണ് തരൂരിന്റെ ഇമെയിൽ. AICC പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തോമസ്. എന്നാൽ ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളെന്നായിരുന്നു തരൂരിന്റെ മറുപടി. തരൂർ അയച്ച ഇമെയിൽ സന്ദേശം പുറത്തുവിട്ടാണ് തോമസിന്റെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഏറെ വിവാദമായേക്കാവുന്ന ഒരു ചർച്ചയിലേക്കാണ് ശശി തരൂർ ചെന്നിത്തലയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന് വ്യവസായിയോട് പങ്കുവയ്ക്കുന്ന ഇമെയിൽ സന്ദേശത്തിലൂടെ പുറത്തുവരുന്നത്. സന്ദേശത്തിന്റെ ഉള്ളടക്കം ഏത് രീതിയിലായിരുന്നു? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശശി തരൂരിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വ്യവസായിയായിട്ടുള്ള ഒ തോമസ് ആണ് ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം പുറത്തുവിട്ടുകൊണ്ട് വലിയ രീതിയിൽ ശശി തരൂരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രമേശ് ചെന്നിത്തലയെ മോശമാക്കിക്കൊണ്ട് മെയിൽ അയച്ചെന്നാണ് ഇപ്പോൾ ഈ ആരോപണത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ചെന്നിത്തലയെ വിശ്വാസമില്ല എന്ന് തരൂർ പറയുന്ന രീതിയിലുള്ള മെയിലുകളാണ്, ഇമെയിൽ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വ്യവസായിയായ ഒ തോമസ് ആണ് മുൻപ്, അതായത് ആദ്യഘട്ടങ്ങളിൽ ആദ്യ തവണ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി ശശി തരൂർ എത്തുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുകയും അദ്ദേഹത്തിനെ വിജയിപ്പിക്കാനായി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് വ്യവസായി ഒ തോമസ് ആണ്. വിശ്വാസമുള്ളവരെ ഒപ്പം നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം, ഏകദേശം 2 ലക്ഷത്തോളം അടുപ്പിച്ചുള്ള ഭൂരിപക്ഷം വാങ്ങിക്കൊടുത്തുകൊണ്ട് ശശി തരൂരിനെ ആദ്യഘട്ടത്തിൽ വിജയിപ്പിച്ചെടുത്തൊരു വ്യക്തി കൂടിയാണ് ഒ തോമസ്. സ്വാഭാവികമായും ആ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് AICC പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് കൂടി ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ പിന്നീട് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ അത് വലിയ രീതിയിൽ പ്രകോപനപരമായിരുന്നു, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരുന്നു എന്നുള്ളതാണ് ഒ തോമസിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അദ്ദേഹം പറയുന്നത്, രമേശ് ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള പേരുകളൊന്നും തന്നെ AICCയിലേക്ക് നൽകാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സംവാദത്തിന് നൽകാനോ ഒന്നും തയ്യാറല്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഒരു രമേശ് ചെന്നിത്തലയുടെ വിഷയം മാത്രമല്ല, ചില ഗുരുതര ആരോപണങ്ങൾ കൂടി ശശി തരൂരിനെതിരെ ഒ തോമസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ എത്തി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കോൺഗ്രസ് നടത്തുമ്പോൾ അതിന് ഒപ്പം ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ശശി തരൂരിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശ്വസിക്കാൻ കൊള്ളാത്തൊരു നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ മാത്രമാണ് എല്ലാത്തിന്റെയും അധിപൻ എന്ന രീതിയിൽ സ്വയം നിൽക്കാൻ, അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത വിശ്വപൗരനായി നിൽക്കാൻ വേണ്ടി ശശി തരൂർ ശ്രമിച്ചതായിട്ടുള്ള ആരോപണം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ആദ്യഘട്ടം തിരുവനന്തപുരത്ത് നിന്ന് വിജയം വരിച്ചതിന് ശേഷം തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കാത്തൊരു നേതാവായിരുന്നു ശശി തരൂർ എന്നുള്ള രൂക്ഷ വിമർശനം കൂടിയാണ് ഇപ്പോൾ തോമസ് ഉൾപ്പെടെയുള്ളവർ നടത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ ഈ വിജയം നടന്നതിന് ശേഷം ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ ശശി തരൂർ എന്താണ് എന്നുള്ളത് തങ്ങൾക്ക് മനസ്സിലായി. കാരണം വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെല്ലാം ഒപ്പം നിർത്തിക്കൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് ശശി തരൂരിനെ ഇവിടെ നിന്നും വിജയിപ്പിച്ചത്. പക്ഷേ അത് തെറ്റായി പോയി എന്നുള്ളതാണ്. ആ തെറ്റ് ഇനിയെങ്കിലും പൊതുസമൂഹം തിരുത്തണമെന്നൊരു ആവശ്യം കൂടി തോമസ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ ശരിയായുള്ള പ്രവർത്തനങ്ങൾ, ശശി തരൂർ എന്താണ് എന്നുള്ളത് ജനം മനസ്സിലാക്കണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലം അദ്ദേഹം മനസ്സിലാക്കണം എന്നുള്ളൊരു സൂചന കൂടി നൽകുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിനേക്കാൾ ശക്തനായ ഒരു നേതാവ് തലസ്ഥാന ജില്ലയിൽ മത്സരിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരാണ്. അവരുടെ വിജയമാണ് സാധ്യമാകേണ്ടത് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഒ തോമസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പാർട്ടിക്കുള്ളിലെ ചില പടലപ്പിണക്കങ്ങൾ കൂടിയാണ് ഇതോടുകൂടി മറനീക്കി പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ഘട്ടങ്ങളിലും താൻ ഇവിടുന്ന് ജയിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലും ആകാനുള്ള യോഗ്യത തനിക്കുണ്ട് എന്നുള്ള രീതിയിൽ സ്വയം പ്രഖ്യാപിതമായി നിന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നത്. തനിക്കൊപ്പം ചില ആളുകളുണ്ട്, രാഹുൽ ഉൾപ്പെടെയുള്ളവർ താൻ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ് എന്നുള്ള രീതിയിലടക്കം പ്രഖ്യാപനങ്ങൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ ഈ പടലപ്പിണക്കങ്ങൾ സജീവമാണ്. ശശി തരൂർ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇത്തരമൊരു ആരോപണം
ഉന്നയിച്ചു എന്ന് മാത്രമല്ല അതിൽ VS ശിവകുമാറിനെ കുറിച്ച് കൂടി അത്തരമൊരു പരാമർശം നടത്തി എന്നാണ് തോമസ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത്. രണ്ടുപേരും തന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന കൂടി ശശി തരൂർ പറഞ്ഞു എന്നാണ്. എന്തായാലും ഇത് രാഷ്ട്രീയമായി വലിയ പൊട്ടിത്തെറിക്കിടയാക്കാവുന്ന ഒരു കാര്യം തന്നെയല്ലേ? അത് തന്നെയാണ് രോഹിണി നമ്മൾ സൂചിപ്പിച്ചത്. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയെ വിശ്വസിക്കുന്ന, കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കോൺഗ്രസ് വിട്ട് BJPയിലടക്കം എത്തിയ നിരവധി നേതാക്കന്മാർ, പ്രത്യേകിച്ച് തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയ ചില വിമർശനങ്ങളുണ്ട് ശശി തരൂരിനെ പറ്റി. അദ്ദേഹം പ്രവർത്തകരെ ബഹുമാനിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആദരിക്കാത്ത നേതാവാണ് തരൂർ എന്നുള്ളതാണ്. വീട്ടിലോ ഫ്ളാറ്റിലോ ഓഫീസിലോ പോലും സാധാ പ്രവർത്തകർക്ക് ചെല്ലാൻ കഴിയാത്ത, അവരെ പ്രവേശിപ്പിക്കാത്ത ഒരു നേതാവാണ് തരൂർ എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ കൂടിയുള്ള ഒരു പ്രസ്താവന കൂടിയാണ്, അല്ലെങ്കിൽ ഇമെയിൽ സന്ദേശം കൂടിയാണ് ഇപ്പൊ ഈ 2011 അയച്ചിട്ടുള്ള ഇമെയിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒപ്പമുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഏറെ പ്രമുഖനായ ഒരു നേതാവ്, ആ നേതാവിനെ AICCയിലേക്ക്, പ്രവർത്തക സമിതിയിലേക്ക് പേര് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം കൊള്ളാത്ത നേതാവാണ്, അദ്ദേഹം എനിക്കൊപ്പം പ്രവർത്തിച്ച നേതാവാണ്, അല്ലെങ്കിൽ എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നുള്ള രീതിയിൽ മുദ്ര കുത്തിക്കൊണ്ട് അതിൽ വിസമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നമുക്ക് അറിയേണ്ടത് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടിയാണ്. എന്തായാലും വരും മണിക്കൂറിൽ അത് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമല്ല. ഇത് മാത്രമല്ല, സുനന്ദ പുഷ്കറിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചില നിർണായക വെളിപ്പെടുത്തൽ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലടക്കം ശശി തരൂരിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ ചില ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വെട്ടിലാവുകയാണ് ശശി തരൂർ എന്നുള്ളതിൽ സംശയമില്ല. ഈ മൂന്നാം തവണ ശശി തരൂരിനെ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അകത്തു തന്നെ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശശി തരൂരിന്റെ പ്രകോപനപരമായ നടപടികളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ 26-ാം തീയതി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഇതിനെ മറികടക്കാൻ, ഇതിനെ പ്രതിരോധിക്കാൻ ഏത് തരത്തിലുള്ള നടപടി തരൂർ സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും തരൂരിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, തരൂരിന് വേണ്ടി ആദ്യഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ആദ്യഘട്ടം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച, അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഒപ്പം നിന്ന തോമസ് എന്ന വ്യവസായി കൂടിയാണ് ഇത്തരത്തിലൊരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ തള്ളാൻ ഒരു പക്ഷേ കോൺഗ്രസിനും തരൂരിനും കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അതിൽ നിലപാടിൽ ഉറച്ചു തന്നെയാണ് തോമസും ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി തോമസ് നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി ശാലിനി. ശശി തരൂരിനെതിരെ ഗുരുതരാരോപണവുമായി വ്യവസായി തോമസ് രമേശ് ചെന്നിത്തലയെ മോശമാക്കി തരൂർ ഇമെയിൽ അയച്ചുവെന്നാണ് ആരോപണം. ചെന്നിത്തലയെ വിശ്വാസമില്ലെന്നാണ് തരൂരിന്റെ ഇമെയിൽ. AICC പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് തോമസ്. എന്നാൽ ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്തയാളെന്നായിരുന്നു തരൂരിന്റെ മറുപടി. തരൂർ അയച്ച ഇമെയിൽ സന്ദേശം പുറത്തുവിട്ടാണ് തോമസിന്റെ ആരോപണം. എന്തായാലും ഈ ആരോപണത്തിൽ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ ചൂടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.